വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൽ വരുന്ന കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. അതിലൊന്നാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഫസ്റ്റത്തെ ഇൻട്രൊഡക്ടറി ആയിട്ട് കുറച്ച് ക്ലാസ് ഫോട്ടോസിന്തസിസിൽ വരുന്ന ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ സ്ട്രക്ചറും ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണെന്നാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാകും, ഞാൻ എടുത്തു തരുന്നതായിരിക്കും. സോ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം? അതായത് നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ കുറേ പിഗ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്, ലൈക്ക് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെറോട്ടീൻ, ഫൈക്കോബിലിയൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ പിഗ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ലൈറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ് ഒക്കെ നടക്കുന്നത്. ആ ഒരു ലൈറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 400 മുതൽ 700 വരെയാണ് വിബ്ജിയോ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇന്നേ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ്. ഇപ്പോൾ 500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ബ്ലൂ വരുന്നത്, 700 ആ ഒരു റേഞ്ചിലാണ് റെഡ് വരുന്നത്. വേവ് ലെങ്ത് കൂടുതലാണ് റെഡ് എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു വേവ് ലെങ്ത്തിൽ ഏത് വേവ് ലെങ്ത്തിലാണ് ഇന്നേ പിഗ്മെന്റ്, ഇപ്പോൾ ക്ലോറോഫിൽ എ ആണെങ്കിൽ ആ ക്ലോറോഫിൽ എ ഏതൊക്കെ വേവ് ലെങ്ത്തിലാണ് കൂടുതലായിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രോ ഫോട്ടോമീറ്റർ വെച്ചാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ ഇറ്റ്സ് യൂസ്ഡ് ടു മെഷർ ദ വേവ് ലെങ്ത് where a substance absorb light. അതായത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പിഗ്മെന്റ്സ് ഏത് ലൈറ്റിലാണ് കൂടുതൽ, ഏത് വേവ് ലെങ്ത്തിലാണ് കൂടുതൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്ലോറോഫിൽ എ എടുക്കാം. ഓക്കെ, ഇപ്പം ക്ലോറോഫിൽ എ എടുത്താൽ ഇങ്ങനെയാണ് അതിൻ്റെ ഏകദേശം ആ ഒരു ഗ്രാഫ് വരുന്നത്. ഈ ഒരു എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും വൈ ആക്സിസിൽ അബ്സോർബൻസുമാണ്. നമ്മൾ ക്ലോറോഫിൽ എ എടുത്ത് നോക്കിയാൽ ഒരു ഹൈ വരുന്നത് ഏകദേശം ഇൻഡിഗോ ആ ഒരു റെഡ് റീജിയൻ, ഇൻഡിഗോ അല്ല കൂടുതലായിട്ടും ബ്ലൂ ആ ഒരു റേഞ്ചിലാണ് ക്ലോറോഫിൽ എയുടെ 2 പീക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാം, ഏകദേശം കണക്കിൽ പറയാം, ക്ലോറോഫിൽ എയുടെ മാക്സിമം അബ്സോർബൻസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഇൻഡിഗോ റീജിയനും പിന്നെ റെഡ് റീജിയനും ആയിരിക്കും. ഓക്കെ, ഇനി ക്ലോറോഫിൽ ബി എടുത്തു കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ബ്ലൂ റീജിയണിലും പിന്നെ എവിടെയാ റെഡ് റീജിയണിൽ തന്നെയാണ്. ക്ലോറോഫിൽ എയും ബിയും ബ്ലൂ ആൻഡ് റെഡ് റീജിയണിലാണ് കൂടുതലായിട്ടും അബ്സോർപ്ഷൻ കാണിക്കുന്നത് ഈ ഒരു വേവ് ലെങ്ത്തിൽ. ദെൻ കെറോട്ടിനോയിഡ് എന്ന് പറയുമ്പം അവർക്ക് വേവ് ലെങ്ത് ആ ഒരു അബ്സോർബൻസ് കപ്പാസിറ്റി കുറവാണ്. കൂടുതൽ പീക്ക് വരുന്നത് ഒന്ന് ഗ്രീൻ റീജിയണിലും യെല്ലോ റീജിയണിലുമാണ്. പിന്നെ ഫൈക്കോബിലിയൻസ് ആണെങ്കിലും ഏകദേശം ആ ഒരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ റീജിയനിലാണ്, അതിന് പിന്നെയും അബ്സോർബൻസ് കുറവാണ്. ഏറ്റവും കൂടുതൽ അബ്സോർബൻസ് ഉണ്ട് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബിക്കാണ്. അതിനുശേഷം ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും ലാസ്റ്റ് ആണ് ഫൈക്കോബിലിയൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് അബ്സോർപ്ഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണെന്ന് വെച്ചാൽ ഏത് വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടാണ് എത്ര അബ്സോർബൻസ് ആണ് ഉള്ളത് എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആക്ഷൻ സ്പെക്ട്രം എന്താണെന്നുള്ളത് ഇടുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.